എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ മലയാളികളോട് ഏതെങ്കിലും ഒരു റീറ്റെയിൽ ശൃംഖലയുടെയോ അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റ് അല്ലെങ്കിൽ ഹൈപ്പർ മാർക്കറ്റിൻ്റെയോ ഒക്കെ പേര് പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതൊരു ഹൈപ്പർ മാർക്കറ്റിൽ ജോലി നേടാനാണ് താല്പര്യം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാവിൽ വരുന്ന ഫസ്റ്റ് ചോയ്സ് അത് ലുലു ഗ്രൂപ്പ് ആയിരിക്കും. യൂസഫ് അലി സാറിൻ്റെ ലുലു. ഈ ഒരു കമ്പനിയിലേക്ക് നിലവിൽ ജോലി ഒഴിവുകളുണ്ട്. കൊച്ചിയിലെ ലുലു ഗ്രൂപ്പിലേക്കാണ് അല്ലെങ്കിൽ ലുലു മാളിലേക്കാണ് നിലവിൽ ജോലി ഒഴിവുകളുള്ളത്. കമ്പനി ഡയറക്റ്റാണ് ജോലിക്കാരെ തിരഞ്ഞെടുക്കുന്നത്. എന്നത്തെയും പോലെ യാതൊരു തരത്തിലുള്ള എക്സ്പെൻസും നിങ്ങൾക്ക് ഉണ്ടാവില്ല. കുഴപ്പമില്ലാത്ത സാലറി കാര്യങ്ങൾ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അക്കോമഡേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാകും. കമ്പനി ഡയറക്റ്റ് റിക്രൂട്ട് ചെയ്യുന്നു. ഡയറക്റ്റ് ക്ലയൻറ്റ് ഇൻ്റർവ്യൂ വഴിയാണ് നിങ്ങൾക്ക് സെലക്ഷൻ ലഭിക്കുക. എന്തൊക്കെ ജോലി ഒഴിവുകളാണ് വന്നിട്ടുള്ളത്, എങ്ങനെ അപേക്ഷിക്കാം എന്നുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. വീഡിയോ മുഴുവനായിട്ട് കണ്ടോളൂ. മികച്ച അവസരങ്ങളുണ്ട്. ഫ്രഷേഴ്സിന് വേക്കൻസി ഉണ്ട്, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് വേക്കൻസി ഉണ്ട്. അപ്പോൾ ഈ ഒരു അവസരം നഷ്ടപ്പെടുത്തരുത്. നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് കൊച്ചി ലുലു മാളിലേക്ക് വന്നിട്ടുള്ള അല്ലെങ്കിൽ ലുലു ഗ്രൂപ്പിലേക്ക് വന്നിട്ടുള്ള ജോലി ഒഴിവുകൾ എന്തൊക്കെയാണെന്നതാണ്. ആദ്യത്തെ വേക്കൻസി സെയിൽസ് സ്റ്റാഫ് പോസ്റ്റിലേക്കാണ്. കൂടാതെ ക്യാഷ്യർ, സൂപ്പർവൈസർ, റൈഡ് ഓപ്പറേറ്റർ, അതായത് ഗെയിംസ്, മാളുകളിലേക്ക് ഉണ്ടാകുന്ന ഗെയിംസ് ഉണ്ടല്ലോ, അത് ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾ. അതേപോലെ തന്നെ ഹെൽപ്പർ, കോമീസ്, ഷെഫ് ഡി പാർഷെ, DCDP, ഫിഷ് മോങ്ങർ, അസിസ്റ്റന്റ് ഫിഷ് മോങ്ങർ, ബുച്ചർ, അസിസ്റ്റന്റ് ഫിഷ് മോങ്ങർ, മെയിൻ്റനൻസ് ടെക്നീഷ്യൻ എന്നീ പോസ്റ്റുകളിലേക്കാണ് നിലവിൽ ലുലു ഗ്രൂപ്പിലേക്ക് കേരളത്തിൽ വന്നിട്ടുള്ള വേക്കൻസികൾ. അപ്പോൾ ഇത്രയും വേക്കൻസികളിലേക്കാണ് നിലവിൽ റിക്രൂട്ട് ചെയ്യുന്നത്. ഇനി ഓരോ വേക്കൻസികളിലേക്കുമുള്ള യോഗ്യതകൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറയാം. സെയിൽസ് സ്റ്റാഫ് പോസ്റ്റിലേക്ക് മിനിമം 10ാം ക്ലാസ് ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം എന്നാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. എക്സ്പീരിയൻസ് ഉള്ളവരെയും ഇല്ലാത്തവരെയും പരിഗണിക്കുന്നുണ്ട്. 19 വയസ്സ് മുതൽ 35 വയസ്സ് വരെയാണ് പ്രായപരിധി. അതേപോലെ തന്നെ ക്യാഷ്യർ പോസ്റ്റിലേക്ക് 19നും 35നും ഇടയിൽ പ്രായമുള്ള മിനിമം +2 ക്വാളിഫിക്കേഷനുള്ള യുവാക്കളെയാണ് പരിഗണിക്കുന്നത്. ഫ്രഷർ ആയിക്കോട്ടെ, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളായിക്കോട്ടെ, നിങ്ങൾക്ക് ഈ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ഇനി റൈഡർ ഓപ്പറേറ്റർ എന്ന പോസ്റ്റിലേക്കുള്ള യോഗ്യത നോക്കുകയാണെങ്കിൽ ഇവിടെയും 19നും 30നും ഇടയിൽ പ്രായമുള്ള 20നും 30നും ഇടയിൽ പ്രായമുള്ള യുവാക്കളെയാണ് പരിഗണിക്കുന്നത്. ഫ്രഷേഴ്സിനായിട്ടുള്ള വ്യക്തികളാണെങ്കിലും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വ്യക്തികളാണെങ്കിലും ഇവിടെ പരിഗണിക്കുന്നുണ്ട്. മിനിമം ക്വാളിഫിക്കേഷൻ 10ാം ക്ലാസ് ആണ്, അല്ലെങ്കിൽ ഡിപ്ലോമ ഉണ്ടായിരിക്കണം എന്നത് മാത്രമാണ് ഇവിടെ യോഗ്യതയായിട്ട് ചോദിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഗെയിം റൈഡർ ഓപ്പറേറ്റർ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മുൻഗണന ഉണ്ടായിരിക്കും. അടുത്ത വേക്കൻസി സൂപ്പർവൈസർ പോസ്റ്റിലേക്കാണ്. ഇവിടെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളെ മാത്രമേ പരിഗണിക്കുകയുള്ളൂ. അതായത് ചില്ലഡ് ആൻഡ് ഡയറി, ഹൗസ് ഹോൾഡ്, റോസറി, ഗ്രോസറി ഫുഡ്, ഗ്രോസറി നോൺ ഫുഡ്, ഇലക്ട്രിക്കൽ, ഇലക്ട്രോണിക്സ്, മൊബൈൽസ്, സ്റ്റേഷനറി, ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി, ടോയ്സ്, ലഗേജ്, ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ എന്നീ മേഖലകളിൽ, റീറ്റെയിൽ മേഖലകളിൽ സൂപ്പർവൈസറായിട്ട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളെയാണ് ഇവിടെ പരിഗണിക്കുന്നത്. എന്നാൽ പ്രായപരിധി കാര്യം ഇവിടെ കമ്പനി അറിയിച്ചിട്ടില്ല. അടുത്ത വേക്കൻസി ഹെൽപ്പർ പോസ്റ്റിലേക്കാണ്. ഹെൽപ്പർ എന്ന് പറയുമ്പോൾ പലരും എക്സ്പീരിയൻസ് ആവശ്യമില്ല എന്ന് വിചാരിക്കുന്നെങ്കിൽ പോലും ഇവിടെ കമ്പനി എക്സ്പീരിയൻസ് ചോദിച്ചിട്ടുണ്ട്. അത് എന്താണെന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല. നമ്മൾ ഇതുവരെ ചെയ്ത ഒട്ടുമിക്ക കമ്പനികളും ഹെൽപ്പർ പോസ്റ്റിലേക്ക് ഫ്രഷേഴ്സിനെ എടുക്കുന്നുണ്ട്. പക്ഷേ ലുലു ഇപ്പോൾ വച്ചിട്ടുള്ള ഈ ഒരു വേക്കൻസിയിലേക്ക്, ഹെൽപ്പർ പോസ്റ്റിലേക്ക് ഹെൽപ്പറായിട്ട് എക്സ്പീരിയൻസ് ഉള്ള ആളുകളെയാണ് തിരഞ്ഞെടുക്കുന്നത്. കൂടാതെ 45 വയസ്സ് വരെ പ്രായപരിധി കമ്പനി പറഞ്ഞിട്ടുണ്ട്. അത് വലിയൊരു പ്ലസ് ആണ്. കാരണം ഒരുപാട് 40 വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരുപാട് പേര് നമുക്ക് മെസ്സേജ് അയക്കുന്നുണ്ട് ജോലി ഉണ്ടോ ചോദിച്ചിട്ട്. അങ്ങനെയുള്ളവർക്ക് മികച്ച അവസരമാണ്. ഹെൽപ്പറായിട്ട് ജോലി ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള 45 വയസ്സിന് താഴെ പ്രായമുള്ളവരെയാണ് ഇവിടെ പരിഗണിക്കുന്നത്. വേറെ അതായത് വിദ്യാഭ്യാസ യോഗ്യതയോ മറ്റോ കാര്യങ്ങളൊന്നും തന്നെ കമ്പനിയുടെ അറിയിച്ചിട്ടില്ല. ലുലു ഗ്രൂപ്പിലേക്ക് വന്നിട്ടുള്ള അടുത്ത വേക്കൻസി കോമീസ്, ഷെഫ് ഡി പാർഷെ, DCDP എന്നീ പോസ്റ്റുകളിലേക്കാണ്. അതായത് മേഖലകളിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള മിനിമം 3 വർഷത്തെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളെയാണ് ഇവിടെ പരിഗണിക്കുന്നത്. ഈ 3 പോസ്റ്റുകളിൽ ഏത് പോസ്റ്റിലാണെങ്കിലും നിങ്ങൾക്ക് മിനിമം 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. പ്രായപരിധി കാര്യങ്ങൾ ഇവിടെ കമ്പനി അറിയിച്ചിട്ടില്ല. മറ്റു യോഗ്യതയും കമ്പനി ഇവിടെ പറഞ്ഞിട്ടില്ല. അതായത് മേഖലയിൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്നത് മാത്രമാണ് ഇവിടെ കമ്പനി അറിയിച്ചിട്ടുള്ളത്. ഈ ഒരു കമ്പനിയിലേക്ക് വന്നിട്ടുള്ള അടുത്ത വേക്കൻസി ഫിഷ് മോങ്ങർ, അതേപോലെ തന്നെ അസിസ്റ്റന്റ് ഫിഷ് മോങ്ങർ, ബുച്ചർ, അസിസ്റ്റന്റ് ബുച്ചർ പോസ്റ്റുകളിലേക്കാണ്. മിനിമം 1 വർഷത്തെ എക്സ്പീരിയൻസ്, ഈ ഒരു മേഖലയിൽ മിനിമം 1 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളുകളെയാണ് അതാത് മേഖലകളിലേക്ക് പരിഗണിക്കുന്നത്. ഇൻ്റർവ്യൂ സെലക്ഷൻ ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൊച്ചി ലുലു മാളിൽ ജോലി നേടാവുന്നതാണ്. പ്രായപരിധി കമ്പനി ഇവിടെ അറിയിച്ചിട്ടില്ല. എങ്കിൽ പോലും എനിക്ക് തോന്നുന്നു ഒരു 40-42 വയസ്സ് വരെയൊക്കെ ഇവിടെ ആളുകൾ എടുക്കുന്നുള്ളൂ തോന്നുന്നു. അങ്ങനെയാണ് നോർമലി ലുലു ഗ്രൂപ്പിലേക്ക് ഇന്ത്യയിലെ വേക്കൻസികളിലേക്ക് ആളുകളെ തിരഞ്ഞെടുക്കാറുള്ളത്. അപ്പോൾ ഒരു 40-42 വയസ്സുള്ളവർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇൻ്റർവ്യൂകൾ കാര്യങ്ങൾ വരുമോ എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല. എന്തായാലും നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. ലുലു ഗ്രൂപ്പിലേക്ക് വന്നിട്ടുള്ള അവസാനത്തെ വേക്കൻസി മെയിൻ്റനൻസ് ടെക്നീഷ്യൻ എന്ന പോസ്റ്റിലേക്കാണ്. AC മെക്കാനിക്, ഇലക്ട്രീഷ്യൻ, പ്ലംബർ, മേസൺ, കാർപ്പൻ്റർ, കിച്ചൺ എക്യുപ്മെൻറ്റ് ടെക്നീഷ്യൻ എന്നീ പോസ്റ്റുകളിലേക്കാണ് നിലവിൽ ഇവിടെ
ടെക്നീഷ്യൻ, മെയിൻ്റനൻസ് ടെക്നീഷ്യൻ എന്ന പോസ്റ്റിലേക്ക് വേക്കൻസികൾ അവൈലബിൾ ആയിട്ടുള്ളത്. അതാത് മേഖലയിൽ മിനിമം 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവരെയാണ് പരിഗണിക്കുന്നത്. ഇവിടെയും കമ്പനി പ്രായപരിധി പറഞ്ഞിട്ടില്ല. തീർച്ചയായിട്ടും അത് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോഴായിരിക്കും അവർ നിങ്ങളെ അറിയിക്കുക. നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റുമോ ഇല്ലേ എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവർ പറഞ്ഞു തരും. അപ്പോൾ ഇത്രയും വേക്കൻസികളിലേക്കാണ് കേരളത്തിൽ ലുലു ഗ്രൂപ്പിലേക്ക് ജോലി ഒഴിവുകൾ അവൈലബിൾ ആയിട്ടുള്ളത്. എന്തൊക്കെ ജോലി ഒഴിവുകളാണ് വന്നിട്ടുള്ളത് ഞാൻ പറഞ്ഞു, ആർക്കൊക്കെ അപേക്ഷിക്കാം എന്നുള്ളത് ഞാൻ പറഞ്ഞു. സാലറി കാര്യങ്ങൾ ഇവിടെ കമ്പനി അറിയിച്ചിട്ടില്ല, അതുകൊണ്ടാണ് ഞാനത് എടുത്ത് പറയാത്തത്. വായ തോന്നിയ സാലറി നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് സാലറി കാര്യങ്ങൾ ഇവിടെ അറിയിച്ചിട്ടില്ല. തീർച്ചയായിട്ടും ഇൻ്റർവ്യൂ സമയത്തായിരിക്കും പറയുക. ചില വേക്കൻസികളുടെ പ്രായപരിധി ഞാൻ പറഞ്ഞു, വിദ്യാഭ്യാസ യോഗ്യത പറഞ്ഞു. ബാക്കിയുള്ള പറയാത്തത് കമ്പനിയുടെ അറിയിക്കാത്തത് കൊണ്ട് തന്നെയാണ്. ഇനി ഇൻ്റർവ്യൂ ഡീറ്റെയിൽസിലേക്ക് കടക്കുകയാണെങ്കിൽ ജൂൺ 3-ാം തീയതി രാവിലെ 10 മണി മുതൽ വൈകിട്ട് 3 മണി വരെയാണ് ഇതിൻ്റെ ഇൻ്റർവ്യൂ നടക്കുന്നത്. ഇടപ്പള്ളി വെച്ചിട്ട് തന്നെയാണ് ഇൻ്റർവ്യൂ നടക്കാൻ പോകുന്നത്. ഈ ഒരു ഇൻ്റർവ്യൂ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നേരിട്ട് ചെന്ന് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ കഴിയില്ല. ആദ്യം ഈ ഒരു ജോലിയിലേക്ക്, അത് നിങ്ങൾ ഏത് പൊസിഷനിലേക്കാണോ നോക്കുന്നത് ആ ഒരു ജോലിക്കായിട്ട് ആദ്യം അപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ അപ്ലൈ ചെയ്യുന്നവരെ, സെലക്ഷൻ വരുന്നവരെ മാത്രമേ ഇൻ്റർവ്യൂയിലേക്ക് പരിഗണിക്കുകയുള്ളൂ. അതിനുശേഷമായിരിക്കും നിങ്ങൾക്ക് ജോലി ലഭിക്കുക. അപ്പോൾ ആദ്യം അപ്ലൈ ചെയ്യണം, ശേഷമായിരിക്കും ഇൻ്റർവ്യൂ കോൾ ലഭിക്കുക. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് പാസ്സായാലായിരിക്കും ജോലി ഉറപ്പാക്കാൻ കഴിയുക. ഈ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ താല്പര്യമുള്ളവർ ഇതിലേക്കായിട്ട് അപേക്ഷിക്കുക. എങ്ങനെ അപേക്ഷിക്കണമെന്നല്ലേ, ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള 2 നമ്പറുകളിൽ ഏതെങ്കിലും ഒരു നമ്പറിൽ വിളിക്കുക. ലുലു ഗ്രൂപ്പിൻ്റെ ഒഫീഷ്യൽ കസ്റ്റമർ കെയർ നമ്പറാണ്. ആ നമ്പറിൽ വിളിച്ചിട്ട് ഏത് ജോലിയിലേക്കാണോ, ഏത് പോസ്റ്റിലേക്കാണോ നിങ്ങൾ അപേക്ഷിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ട് പറയുക. ശേഷം നിങ്ങളുടെ പേര്, വയസ്സ്, സ്ഥലം, അതേപോലെ തന്നെ വിദ്യാഭ്യാസ യോഗ്യത, നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കുക. ശേഷം അവർ പറയും നിങ്ങൾക്ക് ഏത് ദിവസമാണ് നിങ്ങൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ യോഗ്യനാണോ, കാര്യങ്ങളെല്ലാം അവർ പറഞ്ഞു തരും. ചിലപ്പോൾ അവർ വാട്സപ്പിലേക്ക് നിങ്ങളുടെ CV അയച്ചു കൊടുക്കാനും പറയും. ആ ഒരു വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ CV അയച്ചു കൊടുക്കുക. ബാക്കി ഡീറ്റെയിൽസ് എല്ലാം തന്നെ അവർ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ജൂൺ 3-ാം തീയതി വരെ മാത്രമേ ഈ ഒരു ഇൻ്റർവ്യൂ നടക്കുന്നുള്ളൂ. അപ്പോൾ അതിനുള്ളിലായിരിക്കണം നിങ്ങൾ വിളിക്കേണ്ടത് കാര്യങ്ങളൊക്കെ. അതിനുശേഷം വീഡിയോ കാണുന്നവർ ദയവ് ചെയ്ത് ഈ ഒരു നമ്പറിൽ വിളിച്ച് അവരെ ബുദ്ധിമുട്ടിക്കരുത്. ഇൻ്റർവ്യൂ കാര്യങ്ങൾ ഉണ്ടാവില്ല, ദയവ് ചെയ്ത് ബുദ്ധിമുട്ടിക്കാതിരിക്കുക.